കൊട്ടാരക്കര മൈലത്ത് RSS പ്രവർത്തകനും കുടുംബത്തിനും വെട്ടേറ്റു. വെള്ളാരംകുന്ന് സ്വദേശി അരുണിനും മാതാപിതാക്കൾക്കുമാണ് വെട്ടേറ്റത്. RSS ശാഖ കാര്യവാഹാണ് അരുൺ. CPM പ്രവർത്തകരായ വിഷ്ണു, വിജേഷ് എന്നിവരാണ് ആക്രമിച്ചത്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഇപ്പോൾ അരുൺ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അരുണിന്റെ ആരോഗ്യ ശരി, കൊട്ടാരക്കര മൈലത്ത് RSS പ്രവർത്തകനും കുടുംബത്തിനും വെട്ടേറ്റു. വെള്ളാരംകുന്ന് സ്വദേശി അരുണിനും മാതാപിതാക്കൾക്കുമാണ് വെട്ടേറ്റത്. RSS ശാഖ കാര്യവാഹാണ് അരുൺ. CPM പ്രവർത്തകരായ വിഷ്ണു, വിജേഷ് എന്നിവരാണ് ആക്രമിച്ചത്. അരുണിന്റെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അരുൺ ചികിത്സയിലാണ്. അരുണിന് മാത്രമല്ല മാതാപിതാക്കൾക്കും വെട്ടേറ്റുവെങ്കിലും അരുണിന്റെ നില ഗുരുതരമായി തുടരുന്നു. കൊട്ടാരക്കര മൈലത്ത് RSS പ്രവർത്തകനാണ് അരുൺ. വെള്ളാരംകുന്ന് സ്വദേശിയും കൂടിയായ അരുണിനും മാതാപിതാക്കൾക്കുമാണ് വെട്ടേറ്റത്. മനോജ് തുടരുന്നുണ്ട്. മനോജ്, എന്തായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പ്രതികളെ നയിച്ചത്? മാത്രവുമല്ല, ഇപ്പോൾ അരുണിന്റെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ദേവിക, വെള്ളാരംകുന്ന് മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല കഴിഞ്ഞാണ് ഈ കുടുംബം ഇന്ന് രാവിലെ വീട്ടിലേക്ക് തിരികെ പോയത്. ഈ സമയത്താണ് CPM പ്രവർത്തകർ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത്. വടിവാൾ കൊണ്ട് ഈ കുടുംബത്തിനെ ആക്രമിക്കുകയായിരുന്നു. ഇതിൽ തന്നെ അരുൺ എന്ന് പറയുന്നത് തന്നെ ഈ മുട്ടമ്പലം ശാഖ കാര്യവാഹ് കൂടിയാണ് RSSന്റെ. അപ്പോൾ അരുണിനെയും അതോടൊപ്പം തന്നെ കുടുംബത്തെയും ലക്ഷ്യം വെച്ചാണ് ഈ CPM പ്രവർത്തകർ അവിടെ എത്തിയിരുന്നത്. പിഞ്ചു കുഞ്ഞടക്കം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അതായത് അരുണും കുടുംബവും തിരികെ പോകുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ആ കുഞ്ഞ് അടക്കമുണ്ടായിരുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ഇതിൽ തന്നെ അരുണിനും അതോടൊപ്പം തന്നെ അമ്മ ലതയ്ക്കും അച്ഛൻ സത്യനും പരിക്കേറ്റിട്ടുണ്ട്. ഈ അരുണിന്റെ കഴുത്തിന് വെട്ടേറ്റിട്ടുണ്ട്. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞ് ഈ സമയത്ത് താഴെ വീണ് പരിക്കേറ്റിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലൊരു ആക്രമണമാണ് ഒരു കുടുംബത്തിന് നേരെ ഈ CPM പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. വിനീഷ്, വിഷ്ണു എന്ന് പറയുന്ന 2 പേരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് വ്യക്തമാവുന്നത്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ ഒരു തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. നേരത്തെയും 2023 ഈ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. സൈനികനായ അരുണിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് അന്ന് പരിക്കേറ്റിരുന്നു. പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിലെ പൊങ്കാല കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാരൊക്കെ. അതോടൊപ്പം തന്നെ ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കഴുത്തിനും തലയ്ക്കും ഗുരുതരമായിട്ട് വെട്ടേറ്റ അരുണിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും നില അങ്ങനെ തന്നെ തുടരുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഈ CPM പ്രവർത്തകർ തന്നെയാ എന്നതാണ് വ്യക്തമാവുന്നത്. ഇവർ കാലങ്ങളായി തന്നെ ഇത്തരത്തിലൊരു വൈരാഗ്യം, അതായത് സ്ഥലത്തൊക്കെ തന്നെ ഈ RSSന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള അരുണിനോട് വലിയ വൈരാഗ്യമാണ് ഇവർക്കുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അരുണിന് മാത്രമല്ല കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആക്രമണത്തിൽ നമുക്ക് അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുഞ്ഞടക്കം ഉണ്ടായിരുന്ന സമയത്തും ഇവർ ആ ആക്രമണത്തിന് വടിവാളുമായി മുതിർന്നു എന്നുള്ളതാണ്. ശരി മനോജ്.